പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ കുറച്ച് കണക്കാണ് പഠിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എണ്ണാനും അത് ചിത്രീകരിക്കാനും എഴുതാനും എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സംഖ്യകളെ വ്യത്യസ്ത സംഖ്യകളുടെ തുകയായി വരുന്ന രീതിയിൽ സങ്കലന ചിഹ്നം ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. റെഡിയല്ലേ എല്ലാവരും? ഇത് നോക്കൂ, ടീച്ചറുടെ കയ്യിൽ കുറച്ച് പേനകളുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് എണ്ണി എടുക്കാമോ ഇവ എത്ര എണ്ണം ഉണ്ടെന്ന്? 1, 2, 3, 4, 5, 6, 7, 8. 8 പേനകളുണ്ട് ടീച്ചറുടെ കയ്യിൽ. ഓക്കെ, ഈ 8 പേനകൾ 2 കൂട്ടുകാർക്കായി കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവയെ വീതം വയ്ക്കാം. എങ്ങനെയൊക്കെ വീതം വയ്ക്കാം? 2 പേർക്കും ഒരേപോലെ കൊടുക്കണമെങ്കിൽ എത്ര എണ്ണം കൊടുക്കാം? കൃത്യമായ എണ്ണം പറയാൻ പറ്റുന്നില്ല അല്ലേ? സാരമില്ല, നമുക്ക് നോക്കാം. ആദ്യത്തെ ആൾക്ക് നമ്മൾ 1 പേന കൊടുത്തു, ബാക്കിയെല്ലാം രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. അപ്പോ ഇത് എത്ര എണ്ണ? 1. രണ്ടാമത്തെ ആൾക്ക് കൊടുത്തത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. അപ്പൊ നമുക്ക് ഈ സംഖ്യയെ 1 + 7 പ്ലസ് ചിഹ്നം എഴുതാൻ നിങ്ങൾ പഠിച്ചല്ലോ. ഓക്കെ, 8 എന്ന സംഖ്യയെ 1 + 7 എന്ന് നമുക്ക് എഴുതാം. ശരി, ആദ്യത്തെ ആൾക്ക് നമ്മൾ 1 പേന കൂടി കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 2, രണ്ടാമത്തെ ആൾക്ക് 1, 2, 3, 4, 5, 6. 6 പേനയും വന്നു. ഈ സംഖ്യയെ നമ്മൾ എങ്ങനെ എഴുതും? 2 + 6 = 8. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് എഴുതണം കേട്ടോ. ഇനി ആദ്യത്തെ ആൾക്ക് നമ്മൾ 1 പേന കൂടി കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആൾക്ക് 3, രണ്ടാമത്തെ ആൾക്ക് 1, 2, 3, 4, 5 പേന കിട്ടി അല്ലേ? ഈ സംഖ്യയെ നമ്മൾ എങ്ങനെ എഴുതും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇത് എത്രയാണ്? 3, ഇത് 5. അപ്പോൾ 3 + 5 = 8 അല്ലേ? ശരി, ഇനി ആദ്യത്തെ ആൾക്ക് നമ്മൾ 1 കൂടെ കൊടുക്കുന്നു. ഇവിടെ 4, ഇവിടെയും 4. ഇപ്പൊ 2 പേർക്കും ഒപ്പമായോ? ഇതാണ് ടീച്ചർ ആദ്യം ചോദിച്ചത്. 2 പേർക്കും ഒപ്പം കൊടുക്കണമെങ്കിൽ 4 വീതം വന്നു അല്ലെ? അപ്പൊ നമ്മൾ ഈ സംഖ്യ എഴുതുന്നത് എങ്ങനെയാണ്? 4 + 4 = 8. ഓക്കെ, ശരി, നമുക്ക് വേറെ ഒരു കാര്യം കൂടി നോക്കാം. ഇനി ഇതൊന്ന് നോക്കൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 45-ാമത്തെ പേജിൽ ഹൗ മെനി വേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം തരത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ള സംഖ്യകളെ വ്യത്യസ്ത സംഖ്യകളുടെ തുകയായി പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് എഴുതാമെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, ആദ്യത്തെ ചിത്രത്തിൽ 7 മഞ്ചാടികളുടെ ചിത്രമാണുള്ളത് അല്ലേ? അതിനെ 3 + 4 = 7 എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയത്? നിങ്ങളൊന്ന് നോക്കൂ. ഈ 7 മഞ്ചാടികളെ 3 എണ്ണത്തിൻ്റെ ഒരു കൂട്ടമായും 4 എണ്ണത്തിൻ്റെ ഒരു കൂട്ടമായും വെച്ചാൽ ആകെ 7 എണ്ണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. കിട്ടുന്നുണ്ടല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ 7 എന്ന സംഖ്യയെ നമുക്കെങ്ങനെ മറ്റൊരു രീതിയിൽ എഴുതാമെന്ന് നോക്കൂ. നേരത്തെ നമ്മൾ പേന വീതം വെച്ചല്ലോ, അതുപോലെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു മഞ്ചാടി എടുത്തു മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് എത്ര മഞ്ചാടികൾ ഉണ്ടാകും? 7-ൽ നിന്ന് 1 മാറ്റി വെച്ചാൽ ഇപ്പുറത്ത് എത്ര ഉണ്ടാകും? ഒന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. അപ്പോൾ 7 എന്ന സംഖ്യ കിട്ടാനായി ഒരു ഭാഗത്ത് 6ഉം മറുഭാഗത്ത് 1 അല്ലേ?
അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കോളത്തിൽ എഴുതാം 6 + 1 = 7 എന്ന്, അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. 1 പകരം 2 അങ്ങോട്ട് മാറ്റിയാൽ എങ്ങനെ എഴുതാം? 7 നിന്ന് 2 അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് എത്ര മഞ്ചാടി ഉണ്ടാകും? എണ്ണി നോക്കിക്കേ. ശരിയാണ്, 5 മഞ്ചാടി ഒരു ഭാഗത്തും 2 മഞ്ചാടി മറുഭാഗത്തും. അപ്പോൾ നമുക്ക് എഴുതാം 5 + 2 = 7 എന്ന്, അല്ലേ? ഇനി വേറെ എങ്ങനെ എഴുതാൻ പറ്റും? 2 പകരം നമ്മൾ 3 ആക്കിയാലോ? 3 + 4. അതവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അല്ലേ? ശരി. അപ്പോൾ 7 എന്ന സംഖ്യയെ വ്യത്യസ്ത രീതികളിൽ നമുക്ക് ഇങ്ങനെയെല്ലാം എഴുതാം. എങ്ങനെ? 3 + 4 = 7, 1 + 6 = 7, 2 + 5 = 7. ഇങ്ങനെ 7 എന്ന സംഖ്യയെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി നോക്കൂ, രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര മഞ്ചാടികളുണ്ട്? 5 എണ്ണം, അല്ലേ? 1, 2, 3, 4, 5. ഈ 5 മഞ്ചാടികളെ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്ത രീതിയിൽ എഴുതുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ആദ്യം 1 അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇപ്പുറത്ത് എത്ര എണ്ണം ഉണ്ടാകും? 5-ൽ നിന്ന് 1 മാറ്റി വെച്ചാൽ ഇപ്പുറത്ത് 4 ഉണ്ടാകും. അപ്പോൾ നമുക്ക് 5 എന്ന സംഖ്യയെ 4 + 1 = 5 എന്ന് എഴുതാം, അല്ലേ? ഇനി 1 പകരം നമ്മൾ 2 മാറ്റി വെക്കുന്നതെങ്കിലോ? ഇപ്പുറത്ത് 3 ഉണ്ടാകും, അപ്പുറത്ത് 2 ഉണ്ടാകും. 3 + 2 = 5 എന്ന് നമുക്ക് എഴുതാം, അല്ലേ? ഇനി വേറൊരു രീതിയിൽ എങ്ങനെ എഴുതും? 2 പകരം നമ്മൾ 3 മാറ്റി വെക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് 2. അപ്പോൾ 2 + 3 നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 3 + 2 അത് തിരിച്ചും എഴുതാം. 3 + 2 = 5. അതുപോലെ തന്നെ 2 + 3 = 5. നമ്മൾ ആദ്യം എഴുതിയത് 4 + 1 എന്നാണ്. അതുപോലെ തിരിച്ചു എഴുതാം. 1 + 4 = 5 എന്നും എഴുതാം, അല്ലേ? ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ നമുക്ക് സംഖ്യകളെ എഴുതാൻ കഴിയും. അതാണ് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത്. ഇനി നോക്കൂ, ഏറ്റവും അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ള സംഖ്യകൾ എത്രയാണ്? എത്ര മഞ്ചാടി അവിടെയുണ്ട്? എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. ആകെ 9 മഞ്ചാടികളുണ്ട് അവിടെ. ഈ 9 എന്ന സംഖ്യയെ ഇങ്ങനെയാണ് വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ എഴുതുക. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. പല രീതിയിൽ എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ 1 തന്നെ വേണമെന്നില്ല. ആദ്യമേ 1 തന്നെ മാറ്റി വെക്കണം എന്നില്ല. വേണമെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 3 ആവാം. നേരത്തെ നമ്മൾ ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി വലിയ സംഖ്യയല്ലേ 9. ശരി, 2 നമ്മളങ്ങ് മാറ്റി വെച്ചു എന്ന് വിചാരിക്കാം. ഒരു ഭാഗത്ത് 2ഉം മറുഭാഗത്ത് എത്രയുണ്ടാകും? ഈ 9-ൽ നിന്ന് 2 മാറ്റി വെച്ചാൽ ഇപ്പുറത്ത് എത്ര എണ്ണം ബാക്കിയുണ്ടാകും? എണ്ണി നോക്കണേ. 9-ൽ നിന്ന് 2 മാറ്റി വെച്ചാൽ ഇപ്പുറത്ത് എത്ര എണ്ണം ഉണ്ടാകും? 1, 2, 3, 4, 5, 6, 7. ഇത്രയല്ലേ ഉള്ളൂ? ശരി, 7 മഞ്ചാടികൾ ഇപ്പുറത്തും 2 എണ്ണം അപ്പുറത്തും. അങ്ങനെയെങ്കിൽ 7 + 2 = 9 എന്ന് നമുക്ക് എഴുതാം, അല്ലേ? ശരി, വളരെ ശരിയാണത്. ഇനി നമുക്ക് 2-ന് പകരം 3 മാറ്റി വയ്ക്കുന്നതെങ്കിലോ? 3 എണ്ണം അപ്പുറത്തും. ബാക്കി എത്ര എണ്ണം ഉണ്ടാകും? ഒന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6.
ഒരു ഭാഗത്ത് 6ഉം മറുഭാഗത്ത് 3. അപ്പോൾ നമുക്ക് 9 എന്ന സംഖ്യയെ എങ്ങനെ എഴുതാം? 6 + 3 = 9. ഇനി മറ്റൊരു രീതി നിങ്ങൾ പറയൂ. 3 പകരം നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്നത് എത്രയാണെങ്കിൽ 4 ആണെങ്കിൽ എങ്ങനെ കിട്ടും? 4 മഞ്ചാടിക്കുരുക്കളെ മാറ്റി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് 5 എണ്ണം കാണുമല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഈ 9 എന്ന സംഖ്യയെ 5 + 4 = 9 എന്ന രീതിയിൽ എഴുതാം. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 56-ാമത്തെ പേജിൽ ബാംഗിൾസ് എന്ന പേരിലൊരു പ്രവർത്തനമുണ്ട്. റോസിക്ക് 8 വളകളുണ്ട്. ഈ വളകൾ 2 കൈകളിലായിട്ട് എങ്ങനെ ഇടാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, എൻ്റെ കയ്യിൽ കുറച്ച് വളകളുണ്ട്. എത്ര എണ്ണം ഉണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. എൻ്റെ കയ്യിൽ 8 വളകളുണ്ട്. ഈ 8 വളകൾ എങ്ങനെ 2 കൈകളിലായിട്ട് ഇടാം? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ആകെയുള്ളത് 8 വളകളാണ്. അങ്ങനെയെങ്കിൽ 2 കൈകളിലേക്ക് എങ്ങനെ ഇടാം? ഒരേപോലെ തന്നെ വേണമെന്നൊന്നുമില്ല. ശരി, ആലോചിക്കൂ. ഒരു കയ്യിൽ 3 എണ്ണം ഇടാം അല്ലേ? അപ്പോൾ മറ്റേ കയ്യിൽ എത്ര എണ്ണം ഉണ്ടാവും? നോക്കൂ, ഒരു കയ്യിൽ 3 എണ്ണം ഇട്ടാൽ 1 2 3. അങ്ങനെയെങ്കിൽ മറ്റേ കയ്യിൽ 1 2 3 4 5. അപ്പോൾ ഈ സംഖ്യകളെ നമ്മൾ എങ്ങനെ എഴുതും? 5 + 3 = 8 അല്ലേ? ഇനി ഇവിടെ നിന്ന് 2 എണ്ണം ഒരെണ്ണം ഇങ്ങോട്ട് മാറ്റിയാൽ എത്ര എണ്ണം ഉണ്ടാവും? ഈ കയ്യിൽ 1 2 3 4. അങ്ങനെയെങ്കിൽ ഈ കയ്യിൽ എത്ര ഉണ്ടാവും? 1 2 3 4. അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് ഇങ്ങനെയും എഴുതാം. 4 + 4 = 8. ഇനിയോ ഇവിടെ നിന്ന് 2 എണ്ണം ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ എത്രയുണ്ട്? ഇവിടെ 2 എണ്ണം. അങ്ങനെയെങ്കിൽ ഇവിടെയോ 1 2 3 2 ഉള്ളൂ 3 4 5 6. അപ്പോൾ ഈ സംഖ്യയെ നമ്മൾ എങ്ങനെ എഴുതും? 2 + 6 = 8. ഇങ്ങനെ പലതരത്തിൽ 8 എന്ന സംഖ്യയെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ചില സംഖ്യകളെ വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത സംഖ്യകളുടെ തുകയായി നമ്മൾ എഴുതിയല്ലേ? 8ന്റെ എഴുതി, 7ന്റെ എഴുതി, 5 9 ഇത്രയൊക്കെ നിങ്ങൾ എഴുതിയല്ലേ? ഇനി ഞാൻ ടീച്ചർ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. 6 എന്ന സംഖ്യയെ എങ്ങനെയെല്ലാം വ്യത്യസ്ത രീതികളിൽ എഴുതാം. അത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് 6നെ വ്യത്യസ്ത രീതിയിൽ തരം തിരിച്ചു വെച്ചിട്ട് ആ സംഖ്യകളെ കുറിച്ച് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. നിങ്ങൾ അത് ചെയ്യുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആക്കി ടീച്ചർക്ക് അയച്ചു തരികയും വേണം. ചെയ്യില്ലേ എല്ലാവരും? ശരി, ഓക്കെ, താങ്ക് യു.